ഹായ് ഓൾ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NTA UGC നെറ്റ് എക്കണോമിക്സിന്റെ 2024 ജൂൺ 18 നടന്നിരുന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. അപ്പം ഇന്റർനാഷണൽ എക്കണോമിക്സ് എന്ന് പറയുന്ന പർട്ടിക്കുലർ മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് വീക്ക് നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോ റിലീസ് ചെയ്തിരുന്നു. അപ്പൊ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. ഇന്റർനാഷണൽ എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയിലേക്ക് വരിക. അപ്പം ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ NTA UGC നെറ്റിന്റെ ഒരു കോംപ്രഹെൻസീവ് ലൈവ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ലൈവ് സെഷൻസ് വഴിയായിരിക്കും കൂടുതൽ ഏരിയാസ് കവർ ചെയ്യുക. എൻറ്റയർ സിലബസ് കവർ ചെയ്യുന്നതാണ്. അതുകൂടാതെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ഉണ്ടായിരിക്കുന്നതാണ്. പ്രാക്ടീസ് ടെസ്റ്റ് പേപ്പേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പം ഒരു ലൈവ് സെഷൻസിലൂടെ നിങ്ങൾക്ക് ഒരു ഇന്ററാക്റ്റീവ് ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവര് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഇനി കാണേണ്ടത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 1 നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ട്രേഡ് തിയറീസിന്റെ കോൺസെപ്റ്റുകളാണ് തന്നിരിക്കുന്നത്. ലിസ്റ്റ് 2 നമുക്ക് ഈ തിയറീസ് പ്രൊപ്പോണ്ട് ചെയ്തിരിക്കുന്ന മേജർ ആയിട്ടുള്ള എക്കണോമിസ്റ്റുകളെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇത്. നമുക്ക് തിയറീസ് ആൻഡ് പ്രൊപ്പോണ്ടേഴ്സ് എന്ന് പറഞ്ഞ് ഒരുപാട് ക്വസ്റ്റ്യൻസ് യൂഷ്വലി ചോദിക്കാറുണ്ട്. അപ്പം ഓരോ എക്കണോമിക് തിയറീസും അതിന്റെ പ്രൊപ്പോണ്ടേഴ്സിനെയും ബേസ് ചെയ്തിട്ട് അപ്പൊ എല്ലാ ടേമിലും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ തിയറീസ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ പ്രൊപ്പോണ്ടേഴ്സിന്റെ നെയിമും അവരുടെ മേജർ ആയിട്ടുള്ള വർക്കും, അതുകൂടാതെ ഈ പർട്ടിക്കുലർ തിയറി പ്രൊപ്പോണ്ട് ചെയ്ത ഇയറും ക്രോണോളജിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇന്ത്യ വന്നതിന് ശേഷം വളരെ യൂഷ്വൽ ആയിട്ട് കാണുന്ന ഒരു പാറ്റേൺ ആണ് ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇവിടെ ലിസ്റ്റ് 1 നമുക്ക് തന്നിരിക്കുന്നത് സ്പെസിഫിക് ഫാക്ടർ മോഡൽ, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ്, പ്രിഫറൻസ് സിമിലാരിറ്റി ഹൈപ്പോത്തിസിസ്, പ്രൈസ് മാഗ്നിഫിക്കേഷൻ എഫക്ട്. ലിസ്റ്റ് 2 സ്റ്റെഫാൻ വി ലിൻഡർ, സ്ലോപ്പർ സാമുവൽസൺ തിയറി, റെയ്മണ്ട് വെർണോൺ, പോൾ സാമുവൽസൺ ആൻഡ് റൊണാൾഡ് ജോൺസ്. അപ്പൊ ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള എക്കണോമിസ്റ്റുകളും തിയറീസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് കാണേണ്ടത് ഈ സ്പെസിഫിക് ഫാക്ടർ മോഡലിനെ കുറിച്ചാണ്. എന്താണ് സ്പെസിഫിക് ഫാക്ടർ മോഡൽ എന്നുള്ളതാണ് ആദ്യം നമുക്ക് കാണേണ്ടത്. അപ്പം ഈ സ്പെസിഫിക് ഫാക്ടർ മോഡലിന്റെ പ്രൊപ്പോണ്ടർ ആയിട്ട് നമ്മൾ മെയിൻലി പറയുന്നത് റൊണാൾഡ് ജോൺസിനെയാണ് നമ്മൾ മേജർ ആയിട്ട് ഈ സ്പെസിഫിക് ഫാക്ടർ മോഡലിന്റെ പ്രൊപ്പോണ്ടർ ആയിട്ട് പറയുക. അപ്പം ഈ എന്താണ് സ്പെസിഫിക് ഫാക്ടർ മോഡൽ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയിലും HO തിയറിയിലും അല്ലെങ്കിൽ ആദം സ്മിത്തിന്റെ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയിലും നമ്മൾ കാണുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അസംഷൻ ആണ് ഒരു രാജ്യത്തിനുള്ളിൽ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് എന്താണ്, നമുക്ക് മൊബൈൽ ആണ്. അല്ലെങ്കിൽ നമുക്കൊരു രാജ്യത്തിനുള്ളിലെ ഡിഫറെന്റ് ഇൻഡസ്ട്രീസിൽ നമുക്ക് നമ്മുടെ ലേബറിനെയും ക്യാപിറ്റലും എന്ത് ചെയ്യാം, മൂവ് ചെയ്യിക്കാം, അല്ലെങ്കിൽ മൊബൈൽ ആണെന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. പക്ഷെ ബിറ്റ്വീൻ രണ്ട് ഡിഫറെന്റ് രാജ്യങ്ങൾ തമ്മിൽ ഈ ഫാക്ടേഴ്സിനെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, മൂവ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള ഒരു അസംഷൻ ആണ് ഈ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജും കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജും HO തിയറിയും പറയുന്നത്. അപ്പം ഇവിടെ ഈ സ്പെസിഫിക് ഫാക്ടർ മോഡൽ വരുന്നത് ഈ പറയുന്ന ഒരു രാജ്യത്തിനുള്ളിലുള്ള മൊബിലിറ്റിയും പോസിബിൾ അല്ല. എല്ലാ ഫാക്ടേഴ്സും എല്ലായ്പ്പോഴും പോസിബിൾ ആകണമെന്ന് നിർബന്ധമില്ല. ഒരു ഫാക്ടർ എപ്പോഴും, അല്ലെങ്കിൽ ചില ഫാക്ടേഴ്സ് എപ്പോഴും ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രീനെ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രിക്ക് വേണ്ടിയായിരിക്കും എന്ത് ചെയ്തിരിക്കുക, അതിനെ ബിൽഡ് ചെയ്തിരിക്കുക. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്ടർ ആക്ച്വലി എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുക, അഗ്രികൾച്ചർ പർപ്പസിനാണ് നമുക്ക് യൂസ് ചെയ്യുക. അപ്പൊ ആ ട്രാക്ടറിനെ ഒരു ഷോർട്ട് റണ്ണിൽ അല്ലെങ്കിൽ ഒരു മീഡിയം റണ്ണിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, മറ്റൊരു ഇൻഡസ്ട്രീസിലേക്ക് നമുക്ക് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ പലപ്പോഴും പല ഫാക്ടേഴ്സും എന്താ, ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനേ സാധിക്കത്തുള്ളൂ ഒരു മീഡിയം റണ്ണില്. അപ്പം ഇതിനെ ഈ പറയുന്ന പർട്ടിക്കുലർ അസംഷനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് സ്പെസിഫിക് ഫാക്ടർ മോഡൽ വരുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ഈ അബണ്ടന്റ് ഫാക്ടറിനെയും സ്കേഴ്സ് ഫാക്ടറിനെയും അഫക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സിന്റെ ഇൻകം ഡിസ്ട്രിബ്യൂഷനെ എങ്ങനെയാണ് അഫക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഫോക്കസ് ചെയ്യുക. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം ഈ സ്പെസിഫിക് ഫാക്ടർ മോഡലെ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ് പോൾ സാമുവൽസൺ ആൻഡ് റൊണാൾഡ് ജോൺസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. രണ്ടാമത്തത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ് ആണ്. അപ്പൊ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ് നമ്മുടെ ന്യൂ ട്രേഡ് തിയറീസിൽ വരുന്നതാണ്. ന്യൂ ട്രേഡ് തിയറീസിന്റെ കാറ്റഗറി ആയിട്ട് വരുന്നതാണ് ഈ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി. അതായത് ഒരു പ്രൊഡക്റ്റിന്റെ ലൈഫ് 5 സ്റ്റേജസ് ആയിട്ട് തിരിച്ചിട്ട് ആ ഓരോ സ്റ്റേജസിലും ഇന്ന് എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് അതിനെ കണക്ട് ചെയ്യാവുന്നത് റെയ്മണ്ട് വെർണോനോടാണ്. ദെൻ മൂന്നാമത്തതാണ് പ്രിഫറൻസ് സിമിലാരിറ്റി ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ ലിൻഡർ ഹൈപ്പോത്തിസിസ് എന്ന് പറയും. ലിൻഡർ ഹൈപ്പോത്തിസിസ്
പ്രിഫറൻസ് സിമിലാരിറ്റി ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് ഡിമാൻഡ് ഹൈപ്പോത്തിസിസ് എന്ന് പറയും. അത് പ്രൊപ്പോണ്ട് ചെയ്തവരാണ് സ്റ്റെഫാൻ ബി ലിൻഡർ ആണ്. ദെൻ ലാസ്റ്റ് വൺ ആണ് പ്രൈസ് മാഗ്നിഫിക്കേഷൻ എഫക്ട്. സ്ലോപ്പർ സാമുവൽസൺ തിയറിയുടെ ഒരു മോർ ജനറൽ ഫോർമാറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഈ പ്രൈസ് മാഗ്നിഫിക്കേഷൻ എഫക്ട് എന്ന് വിളിക്കുക. അപ്പൊ സ്ലോപ്പർ സാമുവൽസൺ തിയറി ഒറിജിനലി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഒരു താരിഫ് ഇമ്പോസ് ചെയ്യുമ്പോൾ ഈ ഫാക്ടേഴ്സിന്റെ ഇൻകം ഡിസ്ട്രിബ്യൂഷനെ അഫക്ട് ചെയ്യുക എന്നുള്ളതാണ് ജനറലി അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ട് സ്ലോപ്പർ സാമുവൽസൺ തിയറി ബിൽഡ് ചെയ്ത സമയത്ത് അതിന്റെ ഉദ്ദേശം. അപ്പം ഈ സ്ലോപ്പർ സാമുവൽസൺ തിയറിയുടെ കുറച്ച് ജനറൽ വേർഷൻ, അതായത് ഈ പറയുന്ന ഔട്ട്പുട്ട് പ്രൈസസിൽ ഉണ്ടാകുന്ന ചേഞ്ച് എങ്ങനെയാണ് ഫാക്ടർ പ്രൈസസിനെ അഫക്ട് ചെയ്യാന്നുള്ള ഒരു ജനറൽ ഫോർമാറ്റിനെയാണ് നമ്മൾ ഈ പ്രൈസ് മാഗ്നിഫിക്കേഷൻ എഫക്ട് എന്ന് വിളിക്കുക. അപ്പൊ ഞാൻ അതിന്റെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഇട്ടിട്ടുണ്ട്, വായിച്ചു നോക്കാം നമുക്ക്. The magnification effect refers the magnification effect for price is more general version of the Sloper-Samuelson theory. It allows for simultaneous change in both output prices and compare the magnitude of the changes in output and factor prices. Calculating percentage change in goods and factor prices is magnification effect for the prices. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ നമ്മൾ കാണുന്നത് ഈ പെർസെന്റേജ് ഒരു ഗുഡ് പ്രൈസസിൽ ഒരു ഔട്ട്പുട്ടിന്റെ പ്രൈസസിൽ ഉണ്ടാകുന്ന പെർസെന്റേജ് ചേഞ്ച് എങ്ങനെയാണ് ഫാക്ടർ പ്രൈസസിനെ അഫക്ട് ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മാഗ്നിഫിക്കേഷൻ എഫക്ട് ഫോർ പ്രൈസസ് നമ്മൾ വിളിക്കുക. അപ്പം സ്ലോപ്പർ സാമുവൽസൺ തിയറിയിൽ നമ്മൾ ഒറിജിനലി കാണുന്നത് എങ്ങനെയാണ് താരിഫ് ഇമ്പോസ് ചെയ്യുന്നത്, സ്പെസിഫിക് അസംഷനിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സെർട്ടൻ അസംഷനിൽ ഈ ഔട്ട്പുട്ട് പ്രൈസസ് അല്ലെങ്കിൽ താരിഫ് ഇമ്പോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഔട്ട്പുട്ട് പ്രൈസസിലെ ചേഞ്ച് എങ്ങനെയാണ് ഈ പറയുന്ന ഫാക്ടർ പ്രൈസസിനെ അഫക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിനെ ഒരു ജനറൽ ഫോർമാറ്റിലേക്ക് നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഈ ഔട്ട്പുട്ട് പ്രൈസസിൽ ഉണ്ടാകുന്ന ചേഞ്ച് എങ്ങനെയാണ് ഫാക്ടർ ഇൻകത്തിൽ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ പ്രൈസസിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്നുള്ളതാണ് നമ്മൾ ഈ മാഗ്നിഫിക്കേഷൻ എഫക്ട് എന്ന് വിളിക്കുക. അപ്പം സ്പെസിഫിക് ഫാക്ടർ മോഡൽ എന്ന് പറയുന്നത് നമുക്ക് പോൾ സാമുവൽസൺ ആൻഡ് റൊണാൾഡ് ജോൺസ് ആയിട്ട് കളക്ട് ചെയ്യാം. പിന്നെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിനെ നമുക്ക് റെയ്മൺ വെർണനുമായിട്ട് കണക്ട് ചെയ്യാം. ദെൻ പ്രിഫറൻസ് സിമിലാരിറ്റി ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് ഡിമാൻഡ് ഹൈപ്പോത്തിസിസ്, ലിൻഡേഴ്സ് ഹൈപ്പോത്തിസിനെ നമുക്ക് സ്റ്റെഫാൻ ബി ലിൻഡർ ആയിട്ട് കണക്ട് ചെയ്യാം. ദെൻ പ്രൈസ് മാഗ്നിഫിക്കേഷൻ എഫക്റ്റിനെ സ്ലോപ്പർ സാമുവൽസനുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2നെ നമുക്ക് A4, B3, C1 ആൻഡ് D2 ആണ് റൈറ്റ് ആയിട്ട് വരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ലിസ്റ്റ് 1 നമുക്ക് ഡീവാലുവേഷൻ തന്നിട്ടുണ്ട്, ഇമിസ്റൈസിംഗ് ഗ്രോത്ത് ഉണ്ട്, ഓട്ടോമാറ്റിക് ബാലൻസ് ഓഫ് പേയ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ്, ദെൻ പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി. ലിസ്റ്റ് 2 ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്, ഇൻക്രീസ് ഇൻ എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ്, ഹെവിലി എക്സ്പോർട്ട് ബേസ്ഡ് ഗ്രോത്ത്, ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റ് പ്ലെഡ്ജ് അറ്റ് വേൾഡ് ഇൻട്രസ്റ്റ് റേറ്റ്. ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് തന്നിരിക്കുന്നത്. സിമിലർ ആയിട്ടുള്ള കോൺസെപ്റ്റുകളെ നമുക്ക് കണക്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് കാണേണ്ടത് ഈ ഡീവാലുവേഷൻ ആണ്. ഡീവാലുവേഷനെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? അപ്പൊ യൂഷ്വൽ കേസസിൽ ഒരു രാജ്യം ഡീവാലുവേഷൻ ചെയ്യുന്നോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ കറൻസിയിൽ എക്സ്ചേഞ്ച് റേറ്റ് ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നതോ എപ്പോഴാണ്? ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റിന്റെ സമയത്താണ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റിനെ കറക്റ്റ് ചെയ്യാനാണ് ഒന്നെങ്കിൽ എക്കോണമിയുടെ ഒഫീഷ്യൽ ആയിട്ട് എന്ത് ചെയ്യുന്നു, അതിന്റെ വാല്യൂവിനെ കുറയ്ക്കുന്നു, ലോവർ ചെയ്യുന്നു, അതിനെയാണ് ഡീവാലുവേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഗവൺമെന്റ് ഒഫീഷ്യലി ചെയ്യുന്ന കറൻസിയുടെ വാല്യൂവിനെ ലോവർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡീവാലുവേഷൻ എന്ന് പറയുക. ഡിപ്രീസിയേഷൻ ഓട്ടോമാറ്റിക്കലി എന്താണ്, ഡിമാൻഡ് സപ്ലൈനെ ബേസ് ചെയ്തുകൊണ്ടാണ് സംഭവിക്കുക. അപ്പം ഈ ഡീവാലുവേഷൻ അല്ലെങ്കിൽ ഡിപ്രീസിയേഷന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ബൈ റെഡ്യൂസിംഗ് ദി വാല്യൂ ഓഫ് ദി ഡൊമസ്റ്റിക് കറൻസി, ഗവൺമെന്റ് ക്യാൻ കറക്റ്റ് ദി ഡിസീക്വിലിബ്രിയം ഇൻ ബാലൻസ് ഓഫ് പേയ്മെന്റ് in an economy. The exchange rate depreciation reduce the value of home currency in relation to the foreign currency. Devaluation is lowering the exchange value of the official currency. When a country devaluates its currency, export become cheaper and import become expensive, which causes a reduction in the balance of payment deficit and increase in the export competitiveness. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താ, ഒരു രാജ്യത്തിന്റെ ഒഫീഷ്യൽ കറൻസിയുടെ വാല്യൂ ഡീവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ ഡീവാലുവേറ്റ് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ ലോവർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ഡൊമസ്റ്റിക് അല്ലെങ്കിൽ നമ്മുടെ സിറ്റിസൺസിന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യാനുള്ള ആ ഒരു പർച്ചേസിംഗ് പവർ റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് അവർക്കുള്ള ബെനിഫിറ്റ് എന്താ,
ഇവിടുത്തെ ഈ കറൻസിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്തു. അപ്പൊ നമ്മുടെ എക്കോണമിയിൽ അവർക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഡിമാൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മുടെ എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യും, പക്ഷെ നമ്മുടെ ഇമ്പോർട്ട് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പം എപ്പോഴാണോ ഒരു കൺട്രിയുടെ കറൻസിയുടെ വാല്യൂ ഡീവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നത്, ആ സമയത്ത് എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യും. ആ ഡീവാലുവേറ്റ് ചെയ്ത കൺട്രിയുടെ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ സംഭവിച്ച കറൻസിയുടെ കൺട്രിക്ക് എന്ത് ചെയ്യും? അവരുടെ എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യും, പക്ഷെ അവരുടെ ഇമ്പോർട്ട് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. കാരണം അവരുടെ പർച്ചേസിംഗ് പവർ റെഡ്യൂസ് ചെയ്യാണ്. നമ്മുടെ കറൻസിയുടെ വാല്യൂ നമുക്ക് കുറവാണ്. അപ്പൊ നമ്മൾ മറ്റ് ഫോറിൻ പ്രൊഡക്റ്റുകൾ ഡിമാൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കൂടുതൽ കറൻസി കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അപ്പൊ നമ്മുടെ പർച്ചേസിംഗ് പവർ റെഡ്യൂസ് ചെയ്യാണ്. അപ്പം ഒഫീഷ്യലി ഡീവാലുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ സംഭവിച്ചോ ചെയ്തിരിക്കുന്ന കറൻസിയുടെ പർച്ചേസിംഗ് പവർ എന്ത് സംഭവിക്കുന്നു? ഡിക്രീസ് ചെയ്യുന്നു. പക്ഷെ മറ്റ് അതായത് ഡോളർ അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിന് എന്ത് ചെയ്യുന്നു? നമ്മുടെ മാർക്കറ്റ് ചീപ്പർ ആയിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പം നമ്മുടെ എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ് ആണ് ഇൻക്രീസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡീവാലുവേഷൻ എങ്ങോട്ട് കണക്ട് ചെയ്യാം? ആക്ച്വലി ഡീവാലുവേഷനെ നിങ്ങൾക്ക് ഇൻക്രീസ് ഇൻ ദി എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ്സുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അതാണ് ഫസ്റ്റ് കണക്ഷൻ വരിക. എ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ എ എന്ന് പറയുന്നത് 2 നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഏതാണ്? ആക്ച്വലി 3 ഓപ്ഷൻസും A2 ആണ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി അപ്പൊ നമുക്ക് രണ്ടാമത്തേലേക്ക് പോവാം. ഏതാണ്? ഇമിസ്റൈസിംഗ് ഗ്രോത്ത്. അപ്പം ഇമിസ്റൈസിംഗ് ഗ്രോത്ത് എന്നുള്ളതാണ് നെക്സ്റ്റ് വരിക. ജഗദീഷ് ഭഗവതി 1958 ഈ തിയറി പ്രൊപ്പോണ്ട് ചെയ്യുന്നത്. അതായത് ഒരു പ്രത്യേക ഗ്രോത്ത് സിറ്റുവേഷൻ ആണ്. യൂഷ്വൽ കേസസിൽ ഒരു കൺട്രിയുടെ ഗ്രോത്ത് എന്താണ്? ആ കൺട്രിക്ക് കൂടുതൽ വെൽഫെയർ ഉണ്ടാക്കും, അല്ലെ? ഒരു രാജ്യം ഗ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ആ കൺട്രിക്ക് കൂടുതൽ പോസിറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ രാജ്യത്തെ സിറ്റിസൺസിന്റെ വെൽഫെയർ ഇംപ്രൂവ് ചെയ്യാണ്. പക്ഷെ ജഗദീഷ് ഭഗവതി പറഞ്ഞു ഇവിടെ ഈ പറയുന്ന ഇമിസ്റൈസിംഗ് ഗ്രോത്ത് എന്ന് പറയുന്ന സിറ്റുവേഷൻ യൂഷ്വൽ കേസസിൽ ഉണ്ടാകുന്നത് എപ്പോഴാണോ ഒരു രാജ്യം കൂടുതൽ എക്സ്പോർട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്തിലാണ് ഫോക്കസ് ചെയ്യുക. അതായത് അവരുടെ ഗ്രോത്തിന്റെ ഭൂരിഭാഗവും അവർക്ക് വരുന്നത് അവരുടെ എക്സ്പോർട്ടിൽ നിന്നാണ്. അവർ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഗ്രോത്ത് ആണ്. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഈ പറയുന്ന എക്സ്പോർട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആ എക്കോണമിയിൽ ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ എക്കോണമിയുടെ വേസ്റ്റേജസ് അല്ലെങ്കിൽ എക്കോണമിക്ക് നെഗറ്റീവ് ഇമ്പാക്ട് ആണ് പോസിറ്റീവിനേക്കാളും കൂടുതൽ ഉണ്ടാകുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ രാജ്യം എന്താ ചെയ്യുന്നത്? ഇവരുടെ റിസോഴ്സസിനെ കൂടുതലും ഇവരെന്താണ് മറ്റ് എക്കോണമീസിന്റെ ഡിമാൻഡിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യണം. ആ സാഹചര്യത്തിൽ ഇവരുടെ റിസോഴ്സസ് എന്താണ് ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇവരുടെ റിസോഴ്സസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു എക്സ്പോർട്ട് ബേസ്ഡ് ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് അവരുടെ വെൽഫെയർ എന്ത് ചെയ്യും? കാലക്രമേണ ഡിമിനിഷ് ചെയ്യും എന്നുള്ളതാണ് ഈ ഇമിസ്റൈസിംഗ് ഗ്രോത്തിൽ ജഗദീഷ് ഭഗവതി പറയുക. 1958 തിയറി പ്രൊപ്പോണ്ട് ചെയ്യുന്നത്. Imisrizing growth is a concept in that describe a situation where economic growth in a country lead to a decline in overall welfare or well-being despite an increase in the gross national product or gross domestic product. If growth is heavily export-based, it might lead to a fall in the terms of trade of the exporting country. A rare circumstances, this fall in the terms of trade may be so large as to outweigh the gain from the growth. If so, this situation would cause a country to be worse off after growing than before. In other words, the negative effect of growth outweigh its benefit. അപ്പോൾ ഗ്രോത്ത് മൂലം ഉണ്ടാകുന്ന പോസിറ്റീവ് എഫക്റ്റിനേക്കാളും കൂടുതൽ എന്തായിരിക്കും? അവിടുത്തെ നെഗറ്റീവ് എഫക്റ്റ് ആണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പം ഒരു എക്സ്പോർട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് എന്തിലേക്ക് ലീഡ് ചെയ്യുക? ഈ ഇമിസ്റൈസിംഗ് ഗ്രോത്ത് എന്ന് പറയുന്ന സിറ്റുവേഷൻസിലേക്ക് ലീഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇമിസ്റൈസിംഗ് ഗ്രോത്തിനെ എങ്ങോട്ട് കണക്ട് ചെയ്യാം? ആക്ച്വലി ഹെവിലി എക്സ്പോർട്ട് ബേസ്ഡ് ഗ്രോത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. ഇനി അടുത്തത് മൂന്നാമത്തത് വരുന്ന ഏതാണ്? ഓട്ടോമാറ്റിക് ബാലൻസ് ഓഫ് പേയ്മെന്റ് ആണ്. ഓട്ടോമാറ്റിക് ബാലൻസ് ഓഫ് പേയ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ് അടുത്തത് വരിക. അപ്പൊ ഈ ഓട്ടോമാറ്റിക് ബാലൻസ് ഓഫ് പേയ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് നടത്തണമെങ്കിൽ അവിടെ എന്തായിരിക്കണം? ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ആയിരിക്കണം. ഒരു ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണെങ്കിൽ നമുക്ക് ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റിനെ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല, അല്ലെ? അവിടെ കാരണം എന്താണ്? ഗവൺമെന്റ് ഇന്റർവെൻഷൻ വരുന്നുണ്ട്, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ ഒരിക്കലും ഓട്ടോമാറ്റിക് ബാലൻസ് ഓഫ് പേയ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നില്ല. അത് എവിടെയാണ്? ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിൽ മാത്രമാണ് നടക്കുക. പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി, അതിനെ നമുക്ക് കണക്ട് ചെയ്യാവുന്ന ഫോർത്ത് വൺ ആണ് ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റ് പ്ലെജ്ഡ് അറ്റ് വേൾഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളതുമായിട്ടാണ് നമുക്ക് കണക്ട് ചെയ്യുക. അപ്പൊ ഈ രണ്ട് കോൺസെപ്റ്റുകളും നമുക്ക് ആക്ച്വലി ഡിസ്കസ് ചെയ്യേണ്ടത് മുണ്ടൽ ഫ്ലെമിംഗ് മോഡലാണ്. അപ്പൊ മുണ്ടൽ ഫ്ലെമിംഗ് മോഡലുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ലാസ്റ്റ് വീഡിയോയിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിരുന്നു. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു സെഷൻ മുണ്ടൽ ഫ്ലെമിംഗ് മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ അവസാനത്തെ രണ്ട് കോൺസെപ്റ്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് മുണ്ടൽ ഫ്ലെമിംഗ് മോഡലാണ്. അത് മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. A2, B3, C1 ആൻഡ് D4 ഇതാണ് റൈറ്റ് ആൻസർ വരിക.
Next question. Arrange the following rounds of tariff negotiation of GATT sequentially, oldest being the first. Dillon round, ടർക്കി റൗണ്ട്, കെനഡി റൗണ്ട്, ജനീവ റൗണ്ട്, ടോക്കിയോ റൗണ്ട്. അപ്പം നമ്മൾ വളരെ ജനറൽ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ഇയറും തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഈ ഒരു ഏരിയയിൽ നിന്ന് കാണാവുന്നതാണ്. GATT റൗണ്ട്സുകളെ അറേഞ്ച് ചെയ്യാനുള്ള ആ ഒരു ഫോർമാറ്റ് ക്വസ്റ്റ്യൻസ് യൂഷ്വലി ചോദിക്കുന്ന ഒരു ടൈപ്പ് തന്നെയാണ്. പ്രീവിയസ് ഇയറിൽ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ഒരു ടേബിളിലാണ് ഓവറോൾ അല്ലെങ്കിൽ ടോട്ടൽ ആയിട്ടുള്ള 8 നെഗോസിയേഷൻസ് അല്ലെങ്കിൽ റൗണ്ട്സിനെ കുറിച്ചും അതിന്റെ ക്രോണോളജിക്കൽ ഇയറും തന്നിട്ടുണ്ട്. അപ്പം ഈ ക്രോണോളജിക്കൽ ഇയർ നിങ്ങൾ നോക്കി കഴിയുമ്പോൾ ഏറ്റവും ആദ്യം വരുന്നത് ജനീവ റൗണ്ട് ആണ്. ദെൻ ജനീവ റൗണ്ടിന് ശേഷം ആൻസി വരും, ദെൻ ടർക്കി, ദെൻ ജനീവ ഓർ ഡിലൻ റൗണ്ട് ആണ് നെക്സ്റ്റ് വരിക, അല്ലെങ്കിൽ ജനീവ ഓർ കെനഡി റൗണ്ട് അത് കഴിഞ്ഞിട്ട് വരുന്നു. ദെൻ ജനീവ ഓർ ടോക്കിയോ റൗണ്ട് ഉണ്ട്, ലാസ്റ്റ് വൺ ആണ് ഉറുഗ്വേ റൗണ്ട് വരിക. അപ്പം ഇതാണ് 8 മേജർ ആയിട്ടുള്ള 8 GATT റൗണ്ട്സുകളും ഇതാണ്. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വന്നു കഴിയുമ്പം ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉള്ളത്, നമുക്ക് ജനീവ എന്ന് പറയുന്നത് തന്നെ ഒന്നിൽ കൂടുതൽ തവണ വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു റൗണ്ട് അല്ലെങ്കിൽ നെഗോസിയേഷൻസ് എവിടെയാണോ നടന്ന ആ ഒരു പ്ലേസിന്റെ നെയിം ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓരോ റൗണ്ട്സിന്റെയും നെയിം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ആ റൗണ്ടുകളുടെ ഏത് സ്ഥലത്താണോ നടന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടെ ജനീവ റൗണ്ട്, ചില റൗണ്ടുകളിൽ ഒട്ടുമിക്ക റൗണ്ടുകളും ജനീവയിൽ തന്നെയാണ് നടന്നിരുന്നത്, പക്ഷെ സെപ്പറേറ്റ് പേര് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ആദ്യത്തെ റൗണ്ടിനെ നമ്മൾ ജനീവ റൗണ്ട് എന്ന് തന്നെയാണ് വിളിക്കുക. ഫസ്റ്റ് വൺ ജനീവ റൗണ്ട് ആണ്. 1947 ഫസ്റ്റ് വൺ വരിക. രണ്ടാമത്തെ 1949 ആൻസി റൗണ്ട് വരിക. ദെൻ 1951 ടർക്കി റൗണ്ട് 51 ദെൻ അതിനുശേഷം 56 ജനീവ എന്ന് തന്നെയാണ്. അപ്പം ഈ 1947 നെഗോസിയേഷനും അല്ലെങ്കിൽ 1956 നെഗോസിയേഷനും ജനീവ റൗണ്ട് തന്നെയാണ്. അതിനൊരു ഓൾട്ടർനേറ്റീവ് പേര് തന്നിട്ടില്ല. പക്ഷെ 1959, 61 നോക്കി കഴിയുമ്പോൾ ജനീവയിൽ തന്നെയാണ് നടന്നത്. അതിനെ ഡിലൻ റൗണ്ട് എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ഡിലൻ റൗണ്ട് എന്നുള്ള പേര് നമുക്ക് അതിന് യൂസ് ചെയ്യാം. 1964 to 67 ജനീവയിൽ തന്നെയാണ്, പക്ഷെ അതിനെ കെനഡി റൗണ്ട് എന്നാണ് നമ്മൾ വിളിക്കുക. ദെൻ 73, 79 ജനീവയിൽ തന്നെയാണ് നമ്മൾ ടോക്കിയോ റൗണ്ട് എന്നുമാണ് അതിനെ വിളിക്കുക. ഓക്കെ, അപ്പം ഇവിടെ നോക്കാം. ഇവിടെ നമ്മൾ ഈ ഒരു ഓപ്ഷൻസ് എടുത്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഡിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഡിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജനീവ റൗണ്ട്, ടർക്കി റൗണ്ട്, ദെൻ ഡിലൻ റൗണ്ട്, കെനഡി റൗണ്ട്, ടോക്കിയോ റൗണ്ട്, ഇതാണ് ഓർഡർ. ഇനി ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലോ, ടർക്കി റൗണ്ട്, ജനീവ റൗണ്ട്, ഡിലൻ റൗണ്ട്, കെനഡി റൗണ്ട്, ടോക്കിയോ റൗണ്ട്. ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് ഇതിനെ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ മോസ്റ്റ് പ്രോബബ്ലി ഓൾഡസ്റ്റ് ബീയിങ് ഫസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ, അതായത് ഡിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്നാമത്തെ ഓപ്ഷൻ ആണ് നമുക്ക് എടുക്കാൻ പറ്റുക. സംടൈംസ് മേ ബി നിങ്ങൾക്ക് ബി എടുത്താലും തെറ്റല്ല, ബി എടുത്താലും തെറ്റായി വരണമെന്ന് നിർബന്ധമില്ല, അത് കറക്റ്റ് ആണ്. ബി എടുത്താലും കറക്റ്റ് ആണ്. അപ്പം അതൊരു ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രോബ്ലം, ഒരു കൺഫ്യൂഷൻ ആണ്. ഓക്കെ, അപ്പം ഇവിടുത്തെ റൈറ്റ് ആൻസർ 3 or 4 ആണ്. മൂന്നാമത്തെയോ നാലാമത്തെയോ ആണ് റൈറ്റ്. മോസ്റ്റ് പ്രോബബ്ലി 3 ആയിരിക്കും റൈറ്റ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കറക്റ്റ് ഫോർമുല ടു കമ്പ്യൂട്ട് റേറ്റ് ഓഫ് എഫക്റ്റീവ് പ്രൊട്ടക്ഷൻ. അപ്പം ഇന്റർനാഷണൽ ട്രേഡിൽ നമ്മൾ ഈ എഫക്റ്റീവ് പ്രൊട്ടക്ഷന് വേണ്ടി കമ്പ്യൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫോർമുല ഏതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെന്റ് ഫോർമുലാസ് ഇവിടെ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എഫക്റ്റീവ് റേറ്റ് ഓഫ് പ്രൊട്ടക്ഷൻ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഫോർമുല G is equal to T minus A into TA divided by 1 minus A എന്നുള്ളതാണ്. അതായത് എഫക്റ്റീവ് പ്രൊട്ടക്ഷൻ G എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നോമിനൽ താരിഫ് റേറ്റിനെ മാത്രമല്ല. നോമിനൽ താരിഫ് റേറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് T ആണ്. അപ്പൊ ടീനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല എഫക്റ്റീവ് പ്രൊട്ടക്ഷൻ ഇരിക്കുന്നത്, അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് മറ്റ് 2 ഫാക്ടേഴ്സിനും കൂടി ഉണ്ട്. ദ പ്രൊപ്പോർഷൻ ഓഫ് ഇമ്പോർട്ടഡ് ഇൻപുട്ട് കോസ്റ്റ് ഇൻ ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിംഗ് ദി കമ്മോഡിറ്റി വിച്ച് ഈസ് A and the tariff rate imposed on the imported input which is TI. അപ്പം ഈ എഫക്റ്റീവ് റേറ്റ് ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നോമിനൽ താരിഫ് റേറ്റിനെയും അതുപോലെ തന്നെ ദ പ്രൊപ്പോർഷൻ ഓഫ് ഇമ്പോർട്ടഡ് ഇൻപുട്ട് കോസ്റ്റ് ഇൻ ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിംഗ് എ കമ്മോഡിറ്റി വിച്ച് ഈസ് എനെയും അതുപോലെ തന്നെ താരിഫ് റേറ്റ് ഇമ്പോസ്ഡ് ഓൺ ദി ഇമ്പോർട്ടഡ് ഇൻപുട്ട് ടിനെയും ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ G എന്ന് പറയുന്നത് T മൈനസ് എ ഇൻറ്റു ടി ഐ ഡിവൈഡ് ബൈ 1 മൈനസ് എ എന്നുള്ളതാണ് ഇക്വേഷൻ വരെ. അപ്പൊ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് എഫക്ട് ആർ ലൈക്ലി ടു ബി ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ദി താരിഫ് റേറ്റ്.
പ്രൊഡക്ഷൻ എഫക്ട്, കൺസപ്ഷൻ എഫക്ട്, റവന്യൂ എഫക്ട്, ട്രേഡ് എഫക്ട്, ബോത്ത് പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ എഫക്ട്. അപ്പം ഇവിടെ താരിഫ് റേറ്റുമായിട്ട് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആയിട്ടുള്ള എഫക്റ്റുകൾ ഏതൊക്കെയാണ്? അതായത് താരിഫ് ഇമ്പോസ് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള എഫക്റ്റുകൾ എക്കോണമിയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇതില് ഈ താരിഫ് റേറ്റുമായിട്ട് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആയിട്ടുള്ള എഫക്ട് ഏതാണ്? അതായത് താരിഫ് റേറ്റ് കൂട്ടിയാൽ ഏത് എഫക്റ്റ് ആണ് റെഡ്യൂസ് ചെയ്യുക? അതാണ് നമുക്ക് ഇവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള എഫക്റ്റുകളെ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ പ്രൊഡക്ഷൻ എഫക്റ്റ് ആണ്. ദിസ് റെഫേഴ്സ് ടു ദ ഇമ്പാക്ട് ഓഫ് താരിഫ് ഓൺ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. ഹയർ താരിഫ് പ്രൊട്ടക്ട് the domestic industries by making imported good more expensive, which can increase domestic production. അപ്പം ഹയർ താരിഫ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താ? അവിടുത്തെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഹയർ താരിഫ് എന്ത് ചെയ്യുന്നു? കൂടുതൽ ഡൊമസ്റ്റിക് പ്രൊഡക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. അതായത് കൂടുതൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡക്ഷൻസ് കൂടുന്നു. ഈ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഇമ്പോർട്ട് ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അപ്പം പ്രൊഡക്ഷൻ എഫക്ട് എന്ന് പറയുന്നത് എന്താ? താരിഫ് റേറ്റുമായിട്ട് പോസിറ്റീവ്ലി റിലേറ്റഡ് അല്ലെ ഇൻവേഴ്സ്ലി അല്ല, അല്ലെങ്കിൽ നെഗറ്റീവ്ലി റിലേറ്റഡ് അല്ല. അപ്പം താരിഫ് റേറ്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ രണ്ടും ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ എഫക്ട് പോസിറ്റീവ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ആൻസർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ, റവന്യൂ എഫക്ട്. ദിസ് ഈസ് ദി റവന്യൂ കളക്ടഡ് ബൈ ദ ഗവൺമെന്റ് ഫ്രം ദി താരിഫ്. താരിഫ് റേറ്റ് ഇൻക്രീസ്, ദ ഗവൺമെന്റ് ഇനിഷ്യലി കളക്ട് മോർ റവന്യൂ. അപ്പം ഇവിടെ താരിഫ് റേറ്റും അതുപോലെ തന്നെ റവന്യൂവും തമ്മിൽ എന്താ? പോസിറ്റീവ്ലി റിലേറ്റഡ് ആ. താരിഫ് കൂടുതൽ ഇമ്പോസ് ചെയ്താൽ കൂടുതൽ റവന്യൂ കിട്ടും. അപ്പൊ ഇത് നമുക്ക് ഇതിന്റെ വയലേഷൻസ് ഒക്കെ ചില തിയറീസ് ഉണ്ട്. ഇനിഷ്യലി മാത്രമാണ് ഇൻക്രീസ് ചെയ്യുക, ദെൻ ഡിക്രീസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഫസ്റ്റ് എഫക്ട് എന്ന് പറയുന്നത് എന്താ? താരിഫ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഗവൺമെന്റ് റവന്യൂ ഇൻക്രീസ് ചെയ്യും. അപ്പൊ പ്രൊഡക്ഷൻ എഫക്റ്റും റവന്യൂ എഫക്റ്റും എന്താണ്? പോസിറ്റീവ്ലി റിലേറ്റഡ് ആണ്. ഇനിയാണ് നമ്മൾ രണ്ട് നെഗറ്റീവ് റിലേഷൻ വരുന്ന എഫക്റ്റുകൾ, ട്രേഡ് എഫക്റ്റും കൺസപ്ഷൻ എഫക്റ്റും. The trade effect refers to the impact of tariff on international trade. Higher tariff tend to reduce the volume of trade between countries. Automatically ഒരു രാജ്യം താരിഫ് ഇമ്പോസ് ചെയ്യുമ്പോൾ മറ്റു രാജ്യമായിട്ട് അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു ട്രേഡ് എന്താണ്? റെഡ്യൂസ് ചെയ്യാണ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള എക്സ്ചേഞ്ചസ് റെഡ്യൂസ് ചെയ്യാണ്. അതായത് പ്രൊട്ടക്ഷൻ മീൻസ് അല്ലെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് താരിഫ് യൂഷ്വലി യൂസ് ചെയ്യുക. അപ്പം ഇവർ തമ്മിലുള്ള ട്രേഡ് അല്ലെങ്കിൽ എന്താണ്? റെഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ട്രേഡ് എഫക്ട് എന്ന് പറയുന്നത് താരിഫ് റേറ്റുമായിട്ട് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. ഇനി കൺസപ്ഷൻ എഫക്ട് എന്താണ്? ദിസ് റെഫേഴ്സ് ടു ദ ഇമ്പാക്ട് ഓഫ് താരിഫ് ഓൺ ഡൊമസ്റ്റിക് കൺസപ്ഷൻ. ഹയർ താരിഫ് മേക്ക് ഇമ്പോർട്ടഡ് ഗുഡ് മോർ എക്സ്പെൻസീവ് ഫോർ കൺസ്യൂമേഴ്സ്, വിച്ച് ക്യാൻ ഡിക്രീസ് ഓവറോൾ കൺസപ്ഷൻ. അപ്പൊ താരിഫ് ഇമ്പോസ് ചെയ്യുമ്പോൾ ആ താരിഫ് ഇമ്പോസ് ചെയ്ത പ്രൊഡക്റ്റ് ഈ ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ എന്ത് ചെയ്യുന്നു? എക്സ്പെൻസീവ് ആവുന്നു. അപ്പൊ ഇങ്ങനെ എക്സ്പെൻസീവ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഹയർ താരിഫ് എന്ത് ചെയ്യുന്നു? കൺസപ്ഷൻ റെഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ കൺസപ്ഷൻ എഫക്ട് എന്താണ്? നെഗറ്റീവ്ലി റിലേറ്റഡ് ആണ്. അപ്പം ട്രേഡ് എഫക്റ്റും കൺസപ്ഷൻ എഫക്റ്റും ആണ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പൊ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ബി എന്ന് പറയുന്നത് കൺസപ്ഷൻ എഫക്റ്റും, ഡി എന്ന് പറയുന്നത് ട്രേഡ് എഫക്റ്റും. കൺസപ്ഷൻ എഫക്റ്റും ട്രേഡ് എഫക്റ്റും ആണ് ഈ താരിഫ് റേറ്റുമായിട്ട് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു രണ്ട് വീഡിയോസിലൂടെ നമ്മൾ ഇന്റർനാഷണൽ ട്രേഡിൽ ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ മറ്റ് മൊഡ്യൂൾസും നമ്മൾ കവർ ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ NDA UGC നെറ്റ് എക്കണോമിക്സിന്റെ ഒരു ലൈവ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം കൂടുതലും വീക്കെൻഡ് ക്ലാസ്സസ് ആണ് വരിക. 1-2 ദിവസങ്ങൾ മാത്രമായിരിക്കും വർക്കിംഗ് ഡേയ്സിൽ വരിക. അപ്പൊ അത് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നമുക്ക് ക്ലാസ്സസ് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം അവിടെ നിങ്ങൾക്ക് ഫുൾ സിലബസ് ലൈവ് സെഷൻസ് വഴി കവർ ചെയ്യുന്നതാണ്. പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി പ്രീ റെക്കോർഡഡ് വേർഷൻസും തരുന്നതാണ്. പിന്നെ PPTs പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മോഡൽ ടെസ്റ്റ് പേപ്പേഴ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും ക്ലാസ്സസിലൂടെ ഉണ്ടാകുന്നതാണ്. ഓക്കെ, അപ്പം മറ്റൊരു മൊഡ്യൂളിന്റെ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് കാണാം നമുക്ക്. താങ്ക് യു.